ഹായ് ഡോക്ടർ, നമസ്കാരം. അതായത് നമുക്കിപ്പോ വിദേശ നാടുകളിൽ നിന്ന് ആളുകൾ ഇങ്ങോട്ട് സംരംഭകരൊക്കെ വരുന്നത് നമുക്ക് തടയാൻ കഴിയില്ല. പക്ഷെ അതേസമയം സാധാരണ പ്രത്യേകിച്ച് ഇടത്തരക്കാരുടെയൊക്കെ ആരോഗ്യ പരിപാലനം അപകടത്തിലാകുമെന്ന് ഭയപ്പെടുന്ന ആളുകൾ ഒരുപാടുണ്ട്. ഈ രംഗത്ത് ഇതുണ്ടാക്കുന്ന മാറ്റം എന്തായിരിക്കും? ഞാൻ ഒരു തദ്ദേശ കോർപ്പറേറ്റ് ആണെന്ന് പറയാനായിട്ട് ആദ്യം ആഗ്രഹിക്കുകയാണ്. വിദേശ കോർപ്പറേറ്റിന്റെ ഒരു കൈപ്പിടിയിൽ നമ്മൾ ഒതുങ്ങിയിട്ടില്ല. കൃഷ്ണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, അതാണ് ഞാൻ റിപ്രസെന്റ് ചെയ്യുന്ന കമ്പനി. അതിന്റെ 28ാമത്തെ ആന്ധ്ര ബേസ്ഡ് ആണ്. ശരിക്കും പറഞ്ഞാല് ഇപ്പം ഓരോ അഡീഷണൽ ബെഡ്സ് ആണ് ഓരോ ഹോസ്പിറ്റൽ വരുമ്പോൾ ഇത്ര അഡീഷണൽ ബെഡ്സ് ആണ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഒരു അഡീഷണൽ ബെഡ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിന്റെ കൂട്ടത്തിൽ 4 to 5 ജോബ് ഓപ്പർച്യൂണിറ്റീസ് ആണ് പെർ ബെഡ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. അതൊരു വലിയൊരു പോസിറ്റീവ് ഇതായിട്ട് ഞാൻ കാണുന്നുണ്ട്. രണ്ടാമത്തെ ഒരു പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ശരിക്കും ഹെൽത്ത് കെയർ ഇൻഡസ്ട്രി പുതിയ ഇൻവെൻഷൻസ് എല്ലാ ദിവസവും വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത്രയും ഇൻവെൻഷൻസ് വരുന്ന വേറൊരു ഇൻഡസ്ട്രി ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഇപ്പം ന്യൂ ടെക്നോളജി എന്ന് പറഞ്ഞ് നമ്മൾ അക്വയർ ചെയ്യുന്ന പല സാധനങ്ങളും ഒരു അടുത്ത 5 yearsൽ അത് ഔട്ട്ഡേറ്റഡ് ആയിട്ട് പോയിട്ടുണ്ടാവും. പുതിയ ടെക്നോളജി വന്നിട്ടുണ്ടാവും. നമ്മൾ ഒത്തിരി ഇപ്പം നമ്മൾ ഓപ്പൺ സർജറീസ് പറഞ്ഞു, പിന്നെ നമ്മൾ ലാപ്രോസ്കോപ്പിക് സർജറീസിലേക്ക് പോയി. ഇപ്പോഴത്തെ പുതിയ ട്രെൻഡ് എന്താണ്? ഇപ്പോൾ റോബോട്ടിക് സർജറീസ് ആണ്. നമ്മുടെ നാട്ടിലുള്ള ആശുപത്രികൾ, പ്രത്യേകിച്ച് ഈ മൾട്ടിനാഷണൽ കമ്പനികളും ഈ തദ്ദേശീയമായ കമ്പനികളും ഒക്കെ വന്നിട്ടുള്ള ആശുപത്രികൾ ഏറ്റെടുത്ത് കഴിയുമ്പോൾ അത്രയും രോഗികൾ നമുക്കുണ്ടോ എന്നുള്ളതാണ്. ഇപ്പം ഒരു എക്സാമ്പിൾ വെച്ചിട്ട് ഞാൻ പറയാം. പണ്ട് നമ്മൾ ആൻജിയോപ്ലാസ്റ്റി ഒക്കെ ഭയങ്കര കോസ്റ്റ്ലി ആയിരുന്ന സമയത്താണ് ഗവൺമെന്റ് സ്റ്റെന്റിനൊക്കെ ക്യാപ്പിംഗ് കൊണ്ടുവന്നത്. അപ്പോൾ അങ്ങനെ ക്യാപ്പിംഗ് കൊണ്ടുവന്ന സമയത്ത് ഒരു പ്രമുഖ ഫാർമസ്യൂട്ടിക്കൽ കമ്പനി അവർ ചെയ്തത് എന്താ വെച്ചാൽ ദേ വർ നോട്ട് വില്ലിംഗ് ടു അത് അക്സെപ്റ്റ് ചെയ്യാൻ അവർക്ക് വില്ലിങ്നെസ് കാണിച്ചില്ല. അവരിവിടെ ഇന്ത്യ എന്ന് പറയുന്ന മാർക്കറ്റിൽ നിന്ന് തന്നെ അവർ മാറിപ്പോയി. 3 years later നമ്മൾ ക്ഷണിച്ചിട്ടല്ല അവർ തിരികെ വന്നത്. ഈ മാർക്കറ്റിന് ഒരു പൊട്ടൻഷ്യൽ ഉണ്ട്. ഏഷ്യൻ പോപ്പുലേഷൻ എന്ന് പറയുന്നത് ലൈഫ് സ്റ്റൈൽ രോഗങ്ങളുടെ ഒരു വലിയ കലവറയാണ്. സോ ദേ ഹാവ് പൊട്ടൻഷ്യൽ. അത് ഡെഫിനറ്റ്ലി ഈ പറയുന്ന നമ്മളെക്കാൾ കൂടുതൽ മനസ്സിലാകുന്ന ഈ പറയുന്ന ബഹിരാഷ്ട്ര കുത്തകൾക്ക് എന്ന് വേണമെങ്കിൽ ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.